കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കുറച്ചു മുന്നേ ഞാൻ നിനക്ക് പകരം പാദം വരച്ചപ്പോ ദേവേട്ടന്റെ അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞു എന്ന് നീയും കേട്ടതല്ലേ. ഇനിയിപ്പൊ കാപ്പിയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാ പിന്നെ അത് മതി. അതൊന്നും പറ്റില്ല, നീ കൊണ്ടു കൊടുക്ക്. ഞാൻ കൊണ്ടു കൊടുത്താലേ ഇന്നെന്റെ ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാകും. എന്നെ എല്ലാരും കൂടെ അടിച്ചു പുറത്താക്കും. ശ്രേയ, ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നാ ദേവേട്ടൻ കല്യാണം കഴിച്ചത് എന്നെ അല്ല എന്നുള്ളതും പുറത്താകും. ഏയ്, നീ എന്തായി ചെയ്തേ? മോളെ ശ്രേയേ, എത്ര നേരായി? ഇദ്ദേഹത്തിന് പോവാൻ സമയാവുന്നുണ്ടേ. ഒന്ന് പെട്ടെന്ന് കാപ്പിയായിട്ടേക്ക് വന്നേ. ചേച്ചി പ്ലീസ് എന്നെ ഒന്ന് സഹായിക്ക്. പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കി കൊണ്ട് കൊടുത്തിട്ട് വാ. സമാധാനായിട്ടിരിക്കെ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. കാപ്പി ഞാൻ തന്നെ കൊടുക്കാം. നീ വിഷമിക്കാതിരിക്കെ, ഒന്നും സംഭവിക്കില്ല. ശ്രേയേ, നീ എന്തിനാ കാപ്പി എടുത്തോണ്ട് പോകുന്നേ? ശ്രേയേ, നിന്നോടല്ലേ അത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ നീ അവളെ നോക്കുന്നേ? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ വൈദേഹി ഈ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ മുമ്പിൽ കയറി നിൽക്കാൻ നോക്കുന്നേ? ചേച്ചിയുടെ സ്നേഹമൊക്കെ വീട്ടിൽ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവള് തന്നെ നോക്കിക്കോളും. അല്ല, എന്താ പറ്റിയ കൗസല്യേ? ഒന്നും പറ്റിയില്ല അമ്മേ. ചേച്ചിക്ക് അനിയത്തിയോടുള്ള സ്നേഹക്കൂടുതലിന്റെ കാര്യം പറഞ്ഞതാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വീട്ടിൽ ജോലിക്കാരില്ലാത്തോണ്ടല്ല ശ്രേയോട് ജോലി പറഞ്ഞ്. ചില കാര്യങ്ങളൊക്കെ മരുമോള് തന്നെ വേണം ചെയ്യാൻ. ശ്രേയെ, നീ കാപ്പി കൊണ്ടു കൊടുക്ക്. എന്തിനാ മോളെ നീ മടിച്ചു നിൽക്കുന്നേ? നമ്മുടെ ആളുകളെയൊക്കെ നമ്മളെ വേണം നോക്കിയും കണ്ട് സൽക്കരിക്കാൻ. പേടിച്ച് മാറി നിൽക്കരുത്. വന്നിരിക്കുന്നത് പോലീസല്ലേ എന്തുവമ്മേ? കള്ളന്മാർക്ക് പോലീസിനെ കണ്ട മുട്ടുവിറയ്ക്കുവേ, അത് മനസ്സിലായില്ലേ? അങ്ങനെ പോലീസിനെ കണ്ട് പേടിക്കാനും മാത്രം എന്തേലും ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞേക്ക്. ഊർമിളെ, നിന്റെ വിഷമം തീർക്കാൻ ഇവളെ ഉപയോഗിക്കരുത്. ശ്രേയെ, കാപ്പി കൊണ്ടുകൊടുക്ക്. വൈദേഹി, അതങ്ങോട്ട് കൊടുക്ക്. ശ്രേയ, എനിക്ക് വേദനിക്കുന്നു. എന്താ പറ്റി മോളെ? അയ്യോ, മോളെ എന്താ മോളെ പറ്റിയേ? എന്താ പറ്റി? എന്താന്ന് പറ. ശ്രേയ, എന്താ പറ്റി മോളെ? വേദനിക്കുന്നു മോളെ. അയ്യോ, ഇത്ര നേരം ഒന്നും ഇല്ലായിരുന്നല്ലോ. കൊറേ നേരം വയറ്റിൽ എന്തോ കൊടുത്ത് വലിക്കുന്ന പോലെ. അതുകൊണ്ട് വൈദ്യച്ചോട് ഞാൻ കാപ്പി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അമ്മേ, അമ്മേ. കൗസല്യേ, നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വൈദേഹി, മോള് തന്നെ കാപ്പി കൊണ്ട് കൊടുക്ക. എന്താ നമ്മളെ വയറ്റിൽ പെട്ടെന്നൊരു വേദന? ഇപ്പൊ കുറവുണ്ടോ? നമുക്ക് ആശുപത്രിയിലേക്ക് പോയാലോ? ഊർമിളെ, ദേവനോട് വരാൻ പറ. അതൊന്നും വേണ്ട അച്ഛമ്മേ.
കാലത്ത് തൊട്ട് ഞാൻ ഉപവാസമായിരുന്നല്ലോ. വയറ്റിലൊന്നും ഇല്ലാത്തതിന്റെ വേദനയായിരിക്കും. എന്തെങ്കിലും കഴിച്ചാൽ ശരിയായിക്കോളൂ. ഇപ്പൊ ടാബ്ലറ്റും കഴിച്ചല്ല. ഓവർ ആക്ഷൻ ശകലം ഒന്ന് കുറച്ചോ, ഒരു വേദനയില്ലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എന്താ ഓർമ്മലേച്ചി, എന്റെ വേദന എനിക്കെല്ലാം മനസ്സിലാകൂ. ആക്ടിംഗ് ആണെന്നും പറഞ്ഞ് കളിയാക്ക. അതിനും മറ്റുള്ളവരുടെ വേദന എന്തെങ്കിലും ഊർമിള മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീ പൊയ്ക്കോ ഊർമിളെ. നല്ലോണം നോക്കിക്കോ. അമ്മേ. ആ മോളെ, ഇപ്പൊ മാറിക്കൊള്ളും. മരുന്ന് കഴിച്ചതല്ലേ ഉള്ളൂ. അയ്യോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക വർമ്മേ. അയ്യോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ? മരുമോളെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. മോൾക്ക് തീരെ സുഖമില്ലേട്ടാ. എന്താ, എന്തു പറ്റി കൗസല്യേ? എന്തു പറ്റി മോൾക്ക്? പേടിക്കാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരു വയറുവേദന. മരുന്ന് കൊടുത്തിട്ടുണ്ട്, കുറഞ്ഞോളും ചേട്ടാ. എന്നാ അടുത്ത വട്ടം വരുമ്പോൾ ഞാൻ കണ്ടോളാം. സമയമാവുന്നു DAG കാണാനുണ്ടേ. എന്നാ ശരി. എന്നായിക്കോട്ടെ. ആ ഇങ്ങനെ എന്തോ ഒരു പേടിയുടെ പേരിലല്ലേ അന്ന് സത്യം മുഴുവനും തുറന്നു പറയാതെ ഇന്ന് നീ എന്റേതല്ലാതായി മാറിയത്. ഞാൻ നിന്നെയാണ് പ്രേമിച്ചതെന്നും നിന്നെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതെന്നും. ഊർമിള ചേച്ചി ഒന്നും കാണാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ ഇന്നിവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായേനെ. ദേവേട്ടൻ എന്താ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാത്തെ? എങ്ങനെയാ ദേവേട്ടന്റെ മനസ്സിൽ നിന്ന് എന്നെ ഒന്ന് മായച്ചു കളയാ? നീയായിരുന്നോടാ? ദേവേട്ടനാണെന്ന് കരുതിയല്ലേ? സത്യം പറഞ്ഞ ഞാനങ്ങ് വിറച്ചു പോയടാ. എന്റെ ശ്വാസം നിന്ന് പോകേണ്ടതായിരുന്നു. ദേവേട്ടനെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ വിശ്വസിക്കാത്തെ? അത് വിശ്വസിക്കലേ ചേച്ചി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ അത് സത്യമില്ലാത്തതുകൊണ്ട്. സത്യം ഒത്തിരി കാലം ഒളിപ്പിക്കാൻ പറ്റില്ല ചേച്ചി. ഒരിക്കലും അത് പുറത്തു വരും. അതാ ചേച്ചി സത്യത്തിന്റെ ഒരു ഇത്. ശ്രേയച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ സത്യം. എന്നാ പോലീസ് ചേട്ടൻ എങ്ങാനും ചേച്ചി കാണുമായിരുന്നെങ്കിൽ സത്യങ്ങളെല്ലാം പുറത്തു വരില്ലായിരുന്നോ? അതിന് നീ എപ്പോഴാടാ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? ചേച്ചി അറിഞ്ഞപ്പോ തന്നെ. എന്റെ വൈദേഹി ചേച്ചി എവിടെ നിന്നാലും എന്റെ ഒരു കണ്ണ് ചേച്ചിയുടെ കൂടെ ഉണ്ടാവേ. ഇന്ന് വയറുവേദനയാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷെ എന്തെങ്കിലും ഒരു നാള് കയ്യോടെ പിടികൂടിക്കോളും. അന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇനിയിപ്പോഴേ ശ്രേയ ചേച്ചി ആയാലും വൈദേഹി ചേച്ചി ആയാലും സത്യം പുറത്തറിയുമ്പോ അപ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറായി നിന്നോളണം. മോളെ ശ്രേയെ, ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ടമ്മേ. നമ്മുടെ ഗുരുക്കൾ നിനക്ക് വേണ്ടി ഹിമാലയത്തിൽ നിന്നൊരു ഏലസ് കൊടുത്തയച്ചിട്ടുണ്ട്. സമയം കളയാതെ അത് വാങ്ങിച്ചു. തിരുമേനി, ഗുരുക്കൾ കൊടുത്തയച്ച ഏലസ് എവിടെ? മോള് വന്നിട്ടുണ്ട്. അത് ഗുരുക്കള് പറഞ്ഞ സമയത്തെ കെട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതല്ലേ? അപ്പോഴല്ലേ മോൾക്ക് സുഖമില്ലാണ്ടായത്. ഇനിയിപ്പൊ കെട്ടിയിട്ടും കാര്യമില്ല കൗസല്യാമ്മ. മുഹൂർത്തം ഒരു ക്ഷണം പോലും തെറ്റിക്കരുത്. അണു വീട മാറാതെ കൃത്യം 11 മണി 34 നിമിഷത്തിൽ എന്നെ കെട്ടണം.
അയ്യോ, അങ്ങനെ വരാതിരിക്കാൻ പറ്റാത്തത്ര അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങള് എന്നോടൊരു വാക്ക് പറഞ്ഞ പോരായിരുന്നോ? ഞാൻ ആരോടോ ചോദിച്ചായിരുന്നല്ലോ, വയറുവേദനയായിട്ട് കിടക്കാൻ വരാൻ പറ്റില്ല എന്നാ പറഞ്ഞേ. ഇപ്പൊ കെട്ടിയാൽ ശരിയാവില്ല എന്നാണോ? ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവില്ലേ? അപ്രകാരം പാടില്ല. ആ മുഹൂർത്തം കഴിഞ്ഞു പോയാല് ഏലസിന്റെ ശക്തിയും പോകുന്ന. അതിപ്പോ ആരുടെ കയ്യിൽ കെട്ടിയാലും അവർക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാവേ. അതോട് വേറൊരു കുട്ടിക്ക് കൊടുത്തു. ആർക്കാ തിരുമേനി നിങ്ങളത് കൊടുത്തത്? ആ ദേ ഇരിക്കണു, ആ കുട്ടിക്കാ ഞാൻ കൊടുത്തത്. ഇതൊരുപാട് ശക്തിയുള്ള ഏലസാ മോളെ. ദീർഘസുമംഗലിയായിട്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ. ആ കുട്ടിയുടെ ഭർത്താവ് മഹാഭാഗ്യവാനായിരിക്കും. അത്രയ്ക്ക് ശക്തിയുള്ള ഏലസ അത്. അത് ശരി, അത് എത്തേണ്ടടുത്താ എത്തിയത്. എടാ കൊച്ചുവായാലും വലിയ വർത്താനം വേണ്ട കേട്ടോ. അങ്ങനെ പറയല്ലേ അച്ഛമ്മേ. വിധിയുള്ളവരുടെ കയ്യിലേക്ക് ആ ഏലസ് എത്തിന്നുള്ളത് ശരിയല്ലേ? കൊച്ചു കുട്ടിയാണെങ്കിലും പറഞ്ഞത് ശരിയാണല്ലോ. അത്ര ശക്തിയുള്ള ഏലസാണോ അത്? അവന്റെ ശരിക്കുള്ള ഭാര്യയുടെ കയ്യിൽ തന്നെ എത്താനായിട്ട് എന്തൊരു കഷ്ടാ. ശ്രേയയുടെ വയറുവേദനയ്ക്ക് വരാൻ കൊണ്ടൊരു സമയം നോക്കണേ. എത്ര വലിയൊരു ഭാഗ്യം അവക്ക് നഷ്ടപ്പെട്ടു. ഏലസ് ഈ വട്ടം നഷ്ടപ്പെട്ടാലും വീണ്ടും ജപിച്ചുണ്ടാക്കാലോ. പക്ഷെ വയറുവേദന വന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ ഈ വീടൊരു മരണ വീട് പോലെ ആയൻ അച്ഛമ്മേ. ആ ഏലസ് കിട്ടിയ മോനും മരുമോളും സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് കരുതിപ്പോ എന്താ ഇങ്ങനൊരു തടസ്സം തിരുമേനി? ഈ വീട്ടിലെ മക്കൾക്കും മരുമക്കൾക്കും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വിധി ഇല്ലാത്തത് കൊണ്ട് തന്നെയാവും. ഓർമ്മിളേ, നിന്നോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ. എന്റെ ദേവനും ശ്രേയൻ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുത്തും. എന്തിനാ കൗസല്യ അതും ഇതും പറയുന്നേ? ഗുരുക്കളോട് പറഞ്ഞാൽ മറ്റൊരു ഏലസ് ജപിച്ചുകൊണ്ട് തരില്ലേ? ആ എത്തിയോ? നിന്റെ ഭാര്യയുടെ വയറുവേദന കൊണ്ട് പൊളയുമായിരുന്നു. എന്നിട്ട് നീ വല്ലതും അറിഞ്ഞോടാ? നിനക്ക് വീണ്ടും എന്താ പറ്റിയ? നീ ഉന്മേഷത്തോടെ ഇരുന്നാലല്ലേ ഈ വീട്ടിലെ മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാവും. കൗസല്യേ, എന്റെ ദേവന്മാന്റെ വിഷമം മാറ്റാനുള്ള ചെപ്പടി വിധിയൊക്കെ എനിക്കറിയാം. ആ എന്റെ ഡാർലിംഗ് ഇങ്ങി വന്നേ. ഇന്ദു ഒന്ന് വിടുന്നുണ്ടോ? ഞാനാകെ മൂഡ് ഓഫ് ആയിരിക്കാം. എന്റെ കൂടെ വാ ഡാർലിംഗ്, നിന്റെ മൂഡ് ഓഫ് ഒക്കെ ഞാൻ മാറ്റിത്തരാം. നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ. ആ വിനയ, എല്ലാം റെഡിയല്ലേ? പിന്നെ അതൊക്കെ എപ്പോഴേ റെഡിയാ. എന്നാ പിന്നെ നീ വന്നേ. എന്നെ ഒന്ന് ഒഴിവാക്കി. വാ ദേവേട്ടാ. നീ എനിക്ക് നടക്കടാ. പറ്റത്തില്ലെന്നേ. ദേവേട്ടാ, നടക്കോ?
എന്താടാ വരണേ? പെൺപിള്ളാരുടെ മുന്നിൽ തോറ്റ് തൊപ്പിയിട്ടല്ലോ നീ. തോറ്റല്ല ഇന്ദുമ്മേ, ഇവിടെ ഒറ്റ കുടല്ലേ ഉള്ളൂ. ഞാനത് പൊട്ടിച്ചു കഴിഞ്ഞാ ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യാ? അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാ. നീ പോടാ പോട്ടാ, ഇതുപോലെ ഇവിടെ ഒത്തിരി ഉണ്ട്. നീ സുല്ലിട്ടെങ്കി മാറിക്കോട്ടെ. അല്ല പിന്നെ അത് എടാ ദേവൻ മോനെ, ഇനി നിന്റെ ഉഴവാ. എനിക്കിപ്പോ ഒന്നിനും വയ്യന്തോ. അങ്ങനെ പറയല്ലേടാ. ആ ഉറി അടിച്ച് പൊട്ടിക്കുമ്പോ ഒരു സന്തോഷം നിനക്ക് കിട്ടും. നിന്റെ മനസ്സിന് കുളിരേകുന്ന എന്തെങ്കിലും ഒന്ന് നടക്കും. ഇന്ദുവിന് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് സന്തോഷം കിട്ടുമെന്ന്? തീർച്ചയായിട്ടും കിട്ടും. നിന്റെ ഡാർലിംഗ് അല്ലേ പറയുന്നത്. ട്രസ്റ്റ് മീ. ദേവാ, നോക്കണം ഒരു കൈ.